സർ, നമുക്കറിയാം പൊതുവേ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന വ്യക്തികളുടെ നാട്ടിൽ ബി.ജെ.പിക്ക് കടന്നു കയറുക എന്ന് പറയുന്നത് ഒരു പ്രയാസമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് മറ്റു പലരെയും ഉപയോഗിച്ചുകൊണ്ടാണ് ബി.ജെ.പി ആ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ തെലങ്കാനയിലെ ലേറ്റസ്റ്റ് ട്രെൻഡ് പ്രകാരം കവിത പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ അവിടുത്തെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തന്നെ പല പാർട്ടികൾ കടന്നുകൂടിയിട്ട് അവസാനം കോൺഗ്രസിലെത്തിയ വ്യക്തിയാണ്. ഇനി എല്ലാവരുടെയും ഒരു സംശയം എന്ന് പറയുന്നത് അദ്ദേഹം വീണ്ടും തിരിച്ച് ബി.ജെ.പിയിലേക്ക് എത്തുമോ ഈ ഒരു പോക്ക് കാണുന്നുണ്ടെങ്കിൽ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. രേവന്ത് റെഡ്ഡി വളരെ പവർഫുള്ളായ ഒരു യങ് ടാലൻ്റാണ്. അപ്പം ആരും ബി.ജെ.പിയിലേക്ക് എത്തുമെന്ന് നമുക്ക് ആരെക്കുറിച്ചും പറയാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച് ഇദ്ദേഹം മുൻപ് ബി.ജെ.പിയിൽ ആയിരുന്നു അതൊക്കെ എ.ബി.വി.പിയിലൊക്കെ ചെറുപ്പകാലത്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വളരെ സ്ട്രോങ് ആയ ഒരു കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം കഴിവിലാണ് ഒരു പരിധി വരെ തെലങ്കാനയിൽ തിരിച്ചു വന്നത്. കോൺഗ്രസ് എവിടെ ഇല്ലായിരുന്നല്ലോ. ആന്ധ്രയിൽ കോൺഗ്രസ് ഇല്ല, തെലങ്കാനയിൽ കോൺഗ്രസ് ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ നിന്നാണ് തെലങ്കാന എന്ന് പറയുന്നത്. അതും തെലങ്കാന രാഷ്ട്രസമിതി എന്ന് പറയുന്ന തെലങ്കാന സംസ്ഥാനം ഉണ്ടാക്കുന്നതിന് കാരണക്കാരായ ചന്ദ്രശേഖർ റാവുവിൻ്റെ നേതൃത്വത്തിലുള്ള അതിശക്തമായ ഒരു പ്രാദേശിക രാഷ്ട്രീയ കക്ഷി അവിടെ ഉണ്ടായിരുന്നു. അവർ പിന്നെ അത് ദേശീയ സമിതിയൊക്കെ ആക്കാൻ നോക്കിയെങ്കിലും പ്രാദേശിക പാർട്ടി തന്നെയാണ്. ഈ തെലുങ്ക് തമിഴ് പ്രദേശങ്ങളിൽ ഞങ്ങൾ ആദ്യം ചോദിച്ചതിൻ്റെ ആദ്യത്തെ ഭാഗം ഒരു പ്രത്യേകതയുള്ളത് അവർക്ക് സ്വന്തം ഭാഷ സംസ്കാരം വളരെ വലിയ അഭിമാനമാണ്. അവരുടെ ആത്മാഭിമാനം എന്ന് പറഞ്ഞ് വളരെ കൂടിയതാണ്. നമുക്ക് ഓർമ്മയുണ്ടാവും എങ്ങനെയാണ് N.T. രാമറാവു ഒരു രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ലാതെ ഒരു ദിവസം രാവിലെ ഒരു തെരഞ്ഞെടുപ്പിൽ അങ്ങ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണ്. കോൺഗ്രസ് തോറ്റടിയാണ്. അതിന് ഒരേ ഒരു കാരണമായി ആളുകൾ പറയുന്നത് ഈ രാമറാവുവിൻ്റെ സിനിമ ഇമേജ് ഉണ്ട്, കൃഷ്ണനായും വ്യക്തിപ്രഭാവമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ഭരിച്ചിരുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ ഇയാള് സഞ്ജയ് ഗാന്ധി ചെകിട്ടത്തടിച്ചു. ഇയാളെ സ്വീകരിക്കുന്നതിന് എന്തോ കുറവ് പറ്റുന്നു. സഞ്ജയ് ഗാന്ധി ഒന്നുമല്ല, വെറൊരു MP മാത്രം. വെറൊരു MP സഞ്ജയ് ഗാന്ധി അന്നത്തെ പ്രധാനമന്ത്രിയുടെ മകൻ എന്ന ധാർഷ്ട്യം ഉപയോഗിച്ച് അടിച്ചു. അതിലാണ് ഇയാൾ പറഞ്ഞത് തെലുങ്ക് സ്വയം ഗൗരവ, തെലുങ്കൻ്റെ ആത്മാഭിമാനം. ആ തെലുങ്കൻ്റെ ആത്മാഭിമാനം എന്ന മുദ്രാവാക്യം വ്യാപകമായി പ്രചരിക്കുകയും കോൺഗ്രസ് തകർന്നടിയുകയും N.T. രാമറാവു വലിയ തോതിൽ വിജയിക്കുകയും ചെയ്തൊരു ഇലക്ഷനാണ്. പിന്നെ കുറേ ചരിത്രങ്ങളുണ്ട്. ഇപ്പം N.T. രാമറാവുവിനെ തന്നെ വഹിച്ചുകൊണ്ടാണ് ചന്ദ്രബാബു നായിഡു പിന്നെ വരുന്നത്. തെലുങ്കുദേശം പാർട്ടി. അതിനുശേഷം തെലുങ്കുദേശം, അദ്ദേഹത്തിൻ്റെ തെലുങ്കുദേശം, പിന്നെ സംസ്ഥാനം വിഭജിക്കപ്പെടുന്ന തെലങ്കാന TRS എന്ന് പറയുന്ന തെലങ്കാന രാഷ്ട്രസമിതി ഉണ്ടാകും. അതിനെതിരായിട്ട് ചന്ദ്രബാബു നായിഡു ഒരുപാട് ശ്രമിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും തെലങ്കാന രാഷ്ട്രസമിതി ഉണ്ടാകുന്നു. തെലങ്കാന രാഷ്ട്രസമിതി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച അല്ലെങ്കിൽ വലിയ തോതിൽ സത്യാഗ്രഹവും നിരാഹാരമൊക്കെ സമരം നടത്തിയ ചന്ദ്രശേഖർ റാവുവിന് അവിടെ ഒരു മേൽക്കൈ കിട്ടുന്നു. അത് സ്വാഭാവികം. പക്ഷേ ചന്ദ്രശേഖർ റാവുവിൻ്റെ മേൽക്കൈ പതുക്കെ ഇല്ലാതാവുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്നതുപോലെ ഏക വ്യക്തിയിൽ കേന്ദ്രീകരിക്കുക, കുടുംബത്തിൽ കേന്ദ്രീകരിക്കുക, അതുപോലെ അഴിമതി വളരെ ഗൗരവമായി അവിടെ വളർന്നു വരിക, ജനങ്ങൾക്ക് അവരുടെ എന്താ പറയുക ആശയാഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതെ വരിക, ഹൈദരാബാദ് പോലൊരു ടൗൺ അവരുടെ കയ്യിലുണ്ട്, ഹൈദരാബാദ് പോലൊരു ടൗൺ പോലും വലിയ തോതിൽ നാശത്തിലേക്ക് പോവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ തെലങ്കാനക്കാർ ഉന്നയിച്ച പ്രാഥമികമായ പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പോൾ ഹൈദരാബാദ് ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനമായിരുന്ന ഘട്ടത്തിൽ അവിടെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ ആന്ധ്രക്കാരുടെയാണ്. പക്ഷേ തെലങ്കാനയിൽ നിന്നാണ് റിസോഴ്സ് മുഴുവൻ വന്നത്. തെലങ്കാനയിൽ റിസോഴ്സ് ഉപയോഗിച്ച് ഹൈദരാബാദ് കെട്ടിപ്പടുത്തത്, പണം കൊണ്ടുവന്നത് ആന്ധ്രക്കാരാണ്. പക്ഷെ ഉടമസ്ഥത അപ്പോൾ ആന്ധ്രക്കാർക്കായി. അപ്പോൾ ഹൈദരാബാദിലെ കെട്ടിടങ്ങളുടെ മുഴുവൻ ഉടമസ്ഥത ആന്ധ്രക്കാർക്കാണ്, തെലങ്കാനയ്ക്കല്ല. തെലങ്കാനക്കാർ വളരെ ദരിദ്രവാസികളാണ്. അപ്പോൾ ആ അർത്ഥത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അവിടെ തെലങ്കാന ഈ രാഷ്ട്രസമിതി വന്നതും. ഇവരുടെ അഴിമതിയോടുകൂടി, ഇവരുടെ പ്രവർത്തനത്തോടുകൂടി അതിലൊരു വ്യത്യാസം വന്നില്ല. ഹൈദരാബാദിൽ കാര്യമായ ഒരു പ്രകടമായ ഒരു വ്യത്യാസം വന്നില്ല തെലങ്കാനയായിട്ടും ആന്ധ്രയല്ലാതിരുന്നിട്ട്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം വന്നു. ആ ഘട്ടത്തിലാണ് രേവന്ത് റെഡ്ഡിയെ പോലെ ഒരാൾ കോൺഗ്രസിന് പുതിയ ജീവൻ കൊടുത്തുകൊണ്ട് അവിടെ പുതിയ കോൺഗ്രസ് സംഘടന ഉണ്ടാക്കുന്നു. കോൺഗ്രസ് ജയിക്കുന്നു, രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയാവുന്നു. അവിടെയും തെലുങ്ക് സ്വയം ഗൗരവം ഒരു പരിധിവരെ രേവന്ത് റെഡ്ഡി ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം അല്ലാതെ അവിടെ ജയിക്കാൻ പറ്റില്ല. അവിടെ ഒരു തെലുങ്കൻ്റെ ആത്മാഭിമാനം, തെലുങ്ക് ഭാഷ സംസ്കാരം, അതിൻ്റെ ഒരു സംഗതി ഇയാളെ ഏറ്റെടുത്തിട്ടുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താ വെച്ചാൽ, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ തമിഴ്നാട്ടിൽ തമിഴ് സംസ്കാരത്തിൻ്റെ ഒരു വലിയ ദ്രാവിഡ വേരുണ്ട്. അതുകൊണ്ടാണ് BJPക്ക് ഇപ്പോഴും തമിഴ്നാട്ടിൽ അണ്ണാ DMKയുടെ കൂടെ കൂടിയിട്ടും അവിടെ കൂടിയിട്ട് ഇവിടെ കൂടിയിട്ടൊന്നും വലിയ നേട്ടമൊന്നും കിട്ടാതിരിക്കും. അവിടെ വരാനുള്ളൂ. അല്ല,
ഈ ഭാഷയുടെ സംസ്കാരത്തിൻ്റെയും ദ്രാവിഡ സംസ്കാരത്തിൻ്റെയും വലിയൊരു ഇതവിടെയുണ്ട്. കേരളത്തിൽ പോലും അവർക്ക് ഒരു MBA കിട്ടി, തമിഴ്നാട്ടിൽ കിട്ടിയിട്ടില്ല. കേരളത്തിൽ പോലും ഈ പറയുന്ന ഇടതുപക്ഷ പുരോഗമന നവോത്ഥാനം കേരളത്തിൽ പോലും അവർക്ക് ഒരു MBA കിട്ടി. ഇപ്പൊ MLA കിട്ടുമെന്നറിയില്ലേ, കിട്ടുമോ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അറിയാം. അപ്പൊ ആ ഘട്ടത്തിൽ തമിഴ്നാട്ടിൽ അത് കിട്ടുന്നു, അല്ല തെലങ്കാനയിൽ അവർക്ക് കടക്കണം. അപ്പൊ അവരെന്താ ചെയ്യേണ്ടത്? തെലങ്കാനയിൽ കടക്കണമെങ്കിൽ അവർ ആദ്യം TRS-ഉമായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കി. TRS-ഉമായിട്ട് സഖ്യം ഉണ്ടാക്കിയപ്പോഴും അത് അധികം വിജയിച്ചില്ല. അവിടെയാണ് കോൺഗ്രസ് ജയിച്ചു വന്നത്. പിന്നീട് മദ്യനയ കേസിന്റെ പിന്നെ വരുന്നത് അഴിമതിയുടെ പ്രധാനമായും കവിതയുടെ മദ്യനയ കേസാണ്. കവിതയുടെ മദ്യനയ കേസ് ഇപ്പോൾ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയും കേജ്രിവാളും ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്ത ഒരു കേസാണ്. അവർ ഗോവയിലും ഗുജറാത്തിലും തെരഞ്ഞെടുപ്പിന് പണം കൊടുത്തു എന്ന് പറയുന്ന ഒരു സംഗതിയൊക്കെ. ഞാൻ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് വേറെ പോകും. പക്ഷേ പ്രധാനമായും ഈ കവിത ഇപ്പോൾ വലിയ തോതിലുള്ള പ്രതിസന്ധിയിലാണ്. അവർക്കെതിരെ കേസുകളുണ്ട്, ED ഉണ്ട്, CBI പലതും ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഒരു സാധാരണ ട്രാക്കുണ്ട്, ഓപ്പറേഷൻ താമര. എന്നുവെച്ചാൽ ഒരു നേതാവിനെ കേസിൽപ്പെടുത്തുക, അയാളെ ഇങ്ങോട്ട് മാറ്റുക, വാഷിംഗ് മെഷീനിലിട്ട് അലക്കി നല്ലവനാക്കി മാറ്റുക, നല്ലവളാക്കി മാറ്റുക, അങ്ങനെ പാർട്ടിയെ പിടിക്കുക. ഈ ഒരു അടവാണ് ഇപ്പോൾ തെലങ്കാനയിൽ അവർ പയറ്റുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാവണം ഇപ്പോൾ ഈ കവിത വേറെ പാർട്ടി ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാനതിൽ കാണുന്ന രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇതുവരെ ചന്ദ്രശേഖർ റാവു മിണ്ടിയിട്ടില്ല. ഇവരുടെ അച്ഛൻ, ഈ പാർട്ടിയുടെ സ്ഥാപകനായ ചന്ദ്രശേഖർ റാവു മിണ്ടിയിട്ടില്ല, അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ കേട്ടില്ല. ഇനി രണ്ടാമത്, BRS എന്ന് പറയുന്ന ദേശീയ തലത്തിലേക്ക് കൊണ്ടുവരുന്ന ചന്ദ്രശേഖർ റാവുവിൻ്റെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഒരു ദേശീയ തലത്തിൽ അയാൾക്ക് ഒരു പ്രധാനമന്ത്രി മോഹമൊക്കെ ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ. ഞാനായ എന്താ കുഴപ്പം പ്രധാനമന്ത്രി എന്ന് അത് എല്ലാവർക്കും തോന്നും ആയ പോലെ. അപ്പം അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള സംഘർഷം അവിടെ ഉണ്ടാവാം. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ഞാനിപ്പോഴും കണക്കാക്കുന്നത് ഒരു BJPക്ക് ഒരു വലിയ കടന്നുകയറ്റം തെലങ്കാനയിൽ ഇപ്പോഴും സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം തെലങ്കാനയുടെ ആ തെലുങ്ക് സ്വഭാവം നിലനിർത്തിക്കൊണ്ട് ഇപ്പോൾ ആന്ധ്രയിൽ പോലും ചന്ദ്രബാബു നായിഡുവിൻ്റെ കൂടെ നിന്ന് 4 സീറ്റ് കിട്ടണമെന്നല്ലാതെ സ്വന്തമായിട്ട് BJP ചന്ദ്രബാബു നായിഡു നാളെ മാറാം. അയാളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരാളാണ്, എപ്പോൾ വേണമെങ്കിൽ മാറാം. ഒരു കാലത്ത് UPD ആയിരുന്നു, ഒരു കാലത്ത് NDA ആണ്, പിന്നെ വേറെ കാലത്ത് അങ്ങനെയൊക്കെ ആവുകയാണ്. അപ്പോൾ അയാൾ എപ്പോൾ വേണമെങ്കിൽ മാറാം. അങ്ങനെ മാറിയാൽ അത് കേന്ദ്ര സർക്കാരിന് പോലും ഭീഷണിയാണ്. കേന്ദ്ര സർക്കാരിന് നിലനിൽപ്പിന് പോലും ഭീഷണി വരുന്ന തലത്തിൽ ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിൻ്റെ TDP വളർന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട തർക്കം വരുന്നുണ്ട്. ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട തർക്കം വരുമ്പോൾ സ്വാഭാവികമായും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മോഡിയും കേന്ദ്ര സർക്കാരുമായി അടിയുണ്ടാക്കേണ്ടി വരും, അത് ഉറപ്പാണ്. ആ ഘട്ടത്തിൽ ഞാൻ വിചാരിക്കുന്നത് ചന്ദ്രബാബു നായിഡു അടക്കം കാരണം എതിരാവും. കാരണം ഡീലിമിറ്റേഷൻ വന്നാൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ സീറ്റ് പോകും, നേരെ മറിച്ച് വടക്കേ ഇന്ത്യയിൽ സീറ്റ് കൂടും. അപ്പോൾ ചന്ദ്രബാബു നായിഡുവിനും ഇത് ബാധകമാവും. അപ്പം അതുകൊണ്ട് ഒരു ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത, ഉത്തരേന്ത്യൻ ദക്ഷിണേന്ത്യൻ എന്ന് പറയുന്ന ഡിവൈഡിലേക്ക് വന്നാൽ BJPക്ക് പിന്നെ ക്ഷീണ. കാരണം ദക്ഷിണേന്ത്യയിൽ അവർക്ക് പതുക്കെ കർണാടകയിലാണ് കുറച്ച് കടന്നു കയറാൻ പറ്റിയത്, അതും ഇപ്പോൾ വലിയ പ്രശ്നത്തിലാണ്. അപ്പോൾ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ രാഷ്ട്രീയം വന്നാൽ അതിൽ തെലങ്കാനയിൽ ഷുവറായും, തെലങ്കാനയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകത്തിലും ഒക്കെ വരും, ഈ ഭീഷണി വരും. അതുകൊണ്ട് BJPക്ക് എളുപ്പം കടന്നു കയറാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനിയിപ്പോൾ നാളെ BRS BJPയുമായി സഖ്യമുണ്ടാക്കി അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അപ്പോഴും വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ കേസിൽപ്പെട്ട കവിത, അപ്പം കേജ്രിവാളിൻ്റെ കേസ് അയാൾ കുറ്റക്കാരനല്ലാന്ന് കീഴ്ക്കോടതി പറഞ്ഞു, ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുന്നു. അതിൽ കവിതയുടെ കേസും പെടും, കവിതയും കുറ്റവിമുക്തമാക്കപ്പെടാം. അങ്ങനെ വരികയാണെങ്കിൽ, കാരണം ഞാനിപ്പോഴും വിചാരിക്കുന്ന ആ കേസിൽ അത്ര ഗൗരവതരമായി ഒരു മദ്യ നയം ഉണ്ടാക്കുമ്പോൾ അതിൽ അഴിമതി പറയാൻ പറ്റില്ല. ഒരു പോളിസി ഉണ്ടാക്കേണ്ടത് ആരുടെ ജോലിയാണ്? ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ജോലിയാണ്. ആ പോളിസി തെറ്റാണോ ശരിയാണോ എന്ന് പറയേണ്ടത് ജനങ്ങളാണ്, കോടതിയല്ല. ഒരു ഈസി ടേക്ക് ഓവർ BJPക്ക് സാധ്യമാവില്ല. മാത്രമല്ല രേവന്ത് റെഡ്ഡിയെ പോലെയുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള യൂത്തിനെ ആകർഷിക്കുന്ന ഒരു ലീഡർഷിപ്പ് അവിടെ വരുന്നുണ്ട്. അയാൾ നല്ല ഡെവലപ്മെന്റൽ മോഡൽസ് ഒക്കെ അയാൾ പറയുന്നുണ്ട് തെലങ്കാനയിൽ. ഇതൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈസി അല്ല BJPക്ക് തെലങ്കാന.